ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ഉച്ചയൂണ് വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് ഉച്ചയൂണ് കഴിക്കാനുള്ള മുളക് കറിയും ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഉച്ചയൂണ് വീഡിയോ കാണാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ താഴെ നിന്നപ്പോൾ പേരയ്ക്ക പഴുത്ത് വീണ് കേട്ടോ. അങ്ങനെ നോക്കാനായിട്ട് കയറിയാണ്. പേരയ്ക്ക് 2-3 വലുത് നിൽപ്പുണ്ട്. നാളെ മറ്റന്നാളൊക്കെയാകുമ്പോൾ അത് ഓക്കെ ആകും കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നമ്മളെ പൂച്ചയാണേ, പൊന്നു എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങി വാ എന്ന് വിളിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, എന്നെ തന്നെ നോക്കുന്നുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് മീൻ വന്നിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ മേടിച്ച് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മീൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു പിച്ചാത്തിക്ക് ഞാൻ നല്ലൊരു മൂർച്ചയൊക്കെ വരുത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് ചൂരയാണേ. കട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് നല്ല ഫ്രഷ് ചൂരയാണെന്ന്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് ചൂര അത്ര വലിയ ചൂരയൊന്നുമല്ല, ഒരു മീഡിയം സൈസ് ചൂരയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. തലയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആകുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാനും മുമ്പോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു ഇത് കിട്ടുകയുള്ളൂ. എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് മീനൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ തുറന്ന് നന്നായി തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടേ. നമുക്കിനി പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ തോലൊന്നും എടുത്ത് കളയില്ല. മീൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനത് നിങ്ങളെ കാണിച്ചു തരാമേ, എങ്ങനെയാണ് ഈ ചൂരയുടെ തോല് കളയുന്നതെന്ന്. ഞാൻ മീൻ്റെ തലയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് മീനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി മീനൊന്ന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ മീൻ കട്ട് ചെയ്ത ആ വാഷിംഗ് ബേസിനൊക്കെ നമുക്കൊന്ന് ലിക്വിഡ് ഒഴിച്ചൊന്ന് കഴുകി കളയാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കി നമ്മൾ കട്ട് ചെയ്ത് പിച്ചാത്തിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് മീനിനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തോലൊന്ന് ഇരിച്ച് കളഞ്ഞാണ് ഞാൻ മീൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ചൂരയുടെ തോല് ഒരു കട്ടിയാണ് കേട്ടോ. അതിൽ അരപ്പൊന്നും പിടിക്കില്ല നമ്മൾ അത് വെച്ച് മീൻ കറി വയ്ക്കുമ്പോൾ. നമുക്ക് ഓരോന്നോരോന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളത് നോക്കണേ. ഈ തോല് വെച്ച് കട്ട് ചെയ്ത മീൻ ഒരിക്കലും അത് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. മീനിൻ്റെ തോലൊക്കെ കളഞ്ഞ് വേണം ഈ ചൂരമീൻ കട്ട് ചെയ്തെടുക്കാനേ. ഒരുപാട് മീനുണ്ട് ഇങ്ങനെ തോലെടുത്ത് കളഞ്ഞിട്ട് എടുക്കുന്നത്. ഞാൻ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ മീനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനൊന്ന് വറുത്തെടുക്കാനുള്ള മീനും കറി വയ്ക്കാനുള്ള മീനും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ മീൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ള മീൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്.
കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക്, നിങ്ങൾക്ക് എത്ര ഫ്ലേവർ വേണോ അതനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കാശ്മീരി ചില്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. പുരട്ടി ഞാൻ ആദ്യം തന്നെ മീനിൽ മസാലയാണ് പുരട്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് നല്ല റെഡി ആയിരിക്കും കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാമേ. ഞാനിവിടെ ചുവന്നുള്ളി ആണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി ഞാൻ ഒരു കട്ടൊന്നും ചെയ്തില്ല, അങ്ങനെ മുഴുവനേനും ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ. ഉള്ളികളെല്ലാം അതിലോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 തക്കാളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്നൊന്നങ്ങ് വെന്തുടയാൻ വേണ്ടിയാണേ. നമുക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് അടച്ച് വെച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാമേ. ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടച്ച് ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ. മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. അതും കൂടി പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പുളിവെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം അതിലോട്ട് നല്ലൊരു തിള വന്നതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി എടുത്ത് വെച്ച് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നല്ലൊരു തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല തിള വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമുക്ക് അരി കഴുകി ചേർത്ത് കൊടുക്കാം. ഞാൻ നാളത്തേക്ക് രാവിലത്തേക്കുള്ള ദോശയ്ക്കുള്ള ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിലിടണേ. ഒരു നാഴി പച്ചരിക്ക് അര നാഴി കുറച്ചും കൂടി ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്.
ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് ഞാനൊന്ന് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാനുള്ളത് ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ. നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ ചോപ്പ് ചെയ്ത് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു കുഞ്ഞ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിലോട്ട് ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് ഊറ്റിയെടുക്കാം. നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ആവിയിൽ നിന്ന് നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആവുമേ. നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് ഞാനൊരു ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാമേ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് ബീട്രൂട്ട് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ഒരു നുള്ളു ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് അരപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് തോരൻ വെക്കാനൊക്കെ നമുക്ക് കുറച്ച് സമയം മതി കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് അത് വേവുന്നതിന് ഒരുപാട് സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തോരനൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. തോരനിൽ ഉപ്പുണ്ടാ എന്ന് നോക്കിയതാണ്. ഉപ്പൊക്കെ കണക്കിന് തന്നെ ഉണ്ട്. നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീൻ വറുത്തെടുക്കാൻ നമ്മൾ ഫസ്റ്റ് മീനിലാണ് മസാല പുരട്ടി വെച്ചിട്ടുള്ളത്. നമുക്ക് മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അരപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു മണം കിട്ടും കേട്ടോ നമ്മുടെ മീൻ വറുത്തതിന്. നമ്മുടെ മീനിൻ്റെ ഒരു സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് അങ്ങോട്ടും ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമുക്ക് ഒരു ബൗളിലോട്ട് കോരിയെടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ. നല്ല ചൂര മീൻ അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും വേണ്ട. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ മീനിന് ആ ഫ്ലേവർ കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ 2 കഷ്ണം വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു മണമാണേ.
പറഞ്ഞറിയിക്കാൻ പറ്റൂല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചൂര മീൻ വറുത്തെടുക്കുമ്പോൾ. നമുക്ക് ഒരു ബൗളിലോട്ട് കോരിയെടുക്കാം. നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പിയെടുക്കാമേ. നമ്മുടെ ചോറൊക്കെ ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടേ. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോറ് ആവശ്യത്തിനുള്ള ചോറ് നമുക്ക് വിളമ്പിയെടുക്കാം. ബീട്രൂട്ട് തോരനും, നല്ല ബീട്രൂട്ട് തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന നമ്മുടെ മുളക് കറി. മീൻ വറുത്തതും സിമ്പിളായിട്ടുള്ളൊരു ഊണാണ്. മോരുകറി പോലും ഇല്ല. നമുക്ക് അച്ചാറും പപ്പടവും ഒക്കെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കഴിക്കാം. നമ്മുടെ മീൻ വറുത്തതൊക്കെ ആയിട്ടുള്ളൊരു സാധാരണ ഒരു ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലഞ്ച് കഴിക്കാം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.